ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. അനുമോളും അപ്പാനിഷരത്തും തമ്മിൽ ഇപ്പോൾ ലൈവിനകത്ത് ഒരു 10-20 മിനിറ്റ് നീണ്ടു നിന്നൊരു ചർച്ചയുണ്ടായിരുന്നു. ആ ഒരു കോൺവെർസേഷനിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം പറയാം. അനുമോള് ചോദിക്കുന്നു, എൻ്റെ അടുത്ത് ദേഷ്യവും വൈരാഗ്യവും ചേട്ടന് തോന്നാൻ എന്താണ് കാരണം, എന്താണെന്ന് പറയാം, എനിക്ക് കേൾക്കണം എന്ന് പറയുന്നു. ഷൈത്തി തൊട്ടപ്പുറത്ത് ഇരിപ്പുണ്ട്. ഷൈത്തി എന്നോട് എപ്പോഴും പറയും നിങ്ങളോട് വന്ന് മിണ്ട് എന്ന്. പക്ഷെ ഞാൻ പറയും ഒരു നെഗറ്റീവ് സാധനത്തോട് എനിക്ക് സംസാരിക്കണ്ട എന്ന്. നീ അന്ന് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് അത്ര പിടിച്ചില്ല എന്ന് അപ്പാനി പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അപ്പാനി വളരെ കുറച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. ഭൂരിഭാഗ സമയവും അനുമോളാണ് ഒരു റേഡിയോ പോലെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിൻസിയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ ചേട്ടന്റെ അടുത്ത് ചെയ്ത തെറ്റാണ്. അനീഷ് ചേട്ടന് വേണ്ടി നമ്മൾ മാക്സിമം അന്ന് കളിച്ചില്ലേ, സത്യസന്ധമായിട്ട് പറ. ഗ്ലൗസ് ഇട്ട് ആ ടാസ്ക് ചെയ്തില്ല എന്നൊരു കാര്യം അയാൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ? പുള്ളിയുടെ ക്യാരക്ടർ അറിഞ്ഞു വെച്ചിട്ടും പുള്ളിയോട് ഞാൻ വൈരാഗ്യം കാണിക്കണോ? സരിക ചേച്ചി ഓൾറെഡി 13 പോയിന്റിൽ നിൽക്കുമായിരുന്നു. ഞാനും അക്ബർക്കയും കൂടി 6 പോയിന്റാണ് അന്നത്തെ ആ ഒരു ടാസ്കിൽ പുള്ളിക്ക് നേടിക്കൊടുത്തത്. നമ്മൾ കാരണമല്ലേ അനീഷയുടെ 3 പോയിന്റിൽ നിന്നത്? സത്യസന്ധമായിട്ട് ചേട്ടൻ പറ. എന്റെ ആഗ്രഹം പുള്ളി ഇവിടുന്ന് പോകാൻ പാടില്ല, പുള്ളിക്ക് പോയിന്റ് വേണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്തു. അതിൽ എന്താണ് തെറ്റ്? LKG കുട്ടികളെ പോലെ ചേട്ടൻ ഇങ്ങനെ തുടങ്ങല്ലേ. ഇന്ന് രാവിലെ റെന എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വന്നപ്പോ നിങ്ങൾ റിയാക്ട് ചെയ്തോ? റെനയ്ക്ക് പകരം അനീഷ് ചേട്ടനായിരുന്നെങ്കിൽ ചേട്ടൻ എങ്ങനെ റിയാക്ട് ചെയ്തേനെ? അതൊന്ന്. പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ, അവൾക്ക് നിലപാടില്ല എന്നൊക്കെയല്ലേ. ഇങ്ങനെ അനുമോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്, ഇങ്ങനെ മഹായി തോന്നുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. റേഡിയോയെ പോലെയാണ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അപ്പാനി കേട്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറയുന്നു, ഞാനിവിടെ ഉണ്ടെങ്കിലും നീ ഇവിടെ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം, നീ എന്നോട് ക്ഷമിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ലായിരുന്നു. നീ എനിക്ക് നേരെ ഒരു കാര്യം പറഞ്ഞു, അതിനെനിക്ക് കിട്ടും, ഉറപ്പായിട്ടും എനിക്ക് കിട്ടും. അത് ഞാൻ അനുഭവിച്ചോളാം, ഡീൽ ചെയ്തോളാം. നീ എന്നോട് ക്ഷമിക്കണം. ഈ പ്രശ്നം ഇവിടെ തീരണം. നാളെ മുതൽ നമ്മൾ തമ്മിൽ ഒരു രീതിയിലുള്ള പ്രശ്നവും പാടില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് രണ്ടുപേരും പിരിയുന്നത്. ഇതായിരുന്നു അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷന്റെ ഒരു സമ്മറി. ഇതിൽ എനിക്ക് മനസ്സിലായത്, അനുമോൾ കപ്പാനിഷത്തിനെ പൂർണ്ണമായി വെറുപ്പിച്ച് ഗെയിം കളിക്കാനൊന്നും താല്പര്യമില്ല. ഒരേ നാട്ടുകാര്, അതിലുപരി ഒരേ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന 2 പേര്, ഒരേ തൊഴിലാണ്, ആക്ടേഴ്സ് ആണ് 2 പേരും. എല്ലാം കൊണ്ടും ഇവർ ഒരു ചേരിയിൽ നിൽക്കേണ്ട 2 പേരായിരുന്നു. പക്ഷെ ഗെയിമിംഗ് സ്വഭാവത്തിലെ ഒരു ഡിഫറൻസ് കാരണം 2 ചേരികളിലായി പോയതാണ്. അതാണ് ഇവര് ഫൈറ്റ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോംപ്രമൈസ് ടോക്ക് നടത്താൻ തയ്യാറാവുന്നത്. കാരണം 2 പേരുടെ ഇമേജിന് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ്. ജിസൈലിനോട് കോംപ്രമൈസ് ആവാൻ അനുമോളെ കൊണ്ട് സാധിക്കില്ല. കാരണം അത് അനുമോളുടെ ഗെയിമാണ് എന്നുള്ളത് അപ്പാനിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേപോലെ അപ്പാനിക്ക് അപ്പാനിയുടേതായ ഗെയിമുണ്ട്, അനുമോൾക്കും അനുമോളുടേതായ ഗെയിമുണ്ട്.